ആധുനിക കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയാം, നമസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ആളുകൾ ഉണ്ടാകും. ഒന്നാമത്തെ ആള് മൻ യുസല്ലി ഫിൽ ബൈത്ത്, വീട്ടിൽ നിന്നാവും നിസ്കരിക്കുക. പുറത്തുനിന്ന് ബാങ്ക് കേൾക്കുക, ഇക്കാമത്ത് കേൾക്കുക, ഇമാം ഓതണ ഓത്തൊക്കെ കേൾക്കുക, എന്നാലും ഓൻ പള്ളിയിൽ പോവില്ല. ഓൻ ആ പെരയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിക്കും. എത്രമാത്രം ഹൈറുകളാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്ന് തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നമസ്കരിച്ചാൽ അവർക്ക് കിട്ടും. ഒരു വുദു എടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമാണ്. ഒരു സ്റ്റെപ്പ് ദറജ ഉയർത്തും, മറ്റേ സ്റ്റെപ്പ് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് ഒരു വക്തിന് പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൻക്ക് വിരുന്നൊരുക്കും. ഒരു വക്തിന് പോയ ഒരു വിരുന്ന്, 2 വക്തിനായ 2 വിരുന്ന്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ പ്രതിഫലം ഒന്നും വേണ്ടാന്ന് വെച്ച് അങ്ങാടിക്കും മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ബാങ്ക് കേട്ടാലും ഇഖാമത്ത് കേട്ടാലും ഇമാം അവിടെ ഖുർആൻ ഓതുന്നത് കേട്ടാലും പള്ളി പോവില്ല. വലിയ പ്രതിഫലങ്ങളാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത്. രണ്ടാമത്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ പാളിച്ച പറ്റുന്ന ആളുകള് സമയത്ത് നിസ്കരിക്കാത്തവരാണ്. നിസ്കരിക്കോലും തോന്നണ സമയത്ത്. ചിലപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടാവും, തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രിക്കാരം ഒന്ന് കെടുക്കാൻ നേരത്തേക്കാരം ഫ്രീ ആവുക. അപ്പം ഉണ്ടാവും ആ ദിവസം മൊത്തം നിസ്കാരം അടിച്ചു തീർക്കുക. എന്ത് തിരക്കുണ്ടെങ്കിലും നമസ്കാരത്തിനൊരു ഇളവ് ഇസ്ലാം തന്നിട്ടില്ല. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സ്വലാത്തുൽ ഖൗഫ് ഖിബില നിർബന്ധമില്ല. നമ്മൾ നമസ്കരിക്കുന്ന രൂപത്തിൽ തന്നെ നിസ്കരിക്കണം നിർബന്ധമില്ല. അപ്പത്തെ സാഹചര്യം നോക്കിയിട്ട് നിസ്കരിച്ചാൽ മതി. പക്ഷെ നമസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുവാൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിലും ഒരാളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ആണോ നമസ്കരിച്ചോളണം. അത് തോന്നുന്ന സമയത്തല്ല. ഹജ്ജ് തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരാൾ റമദാനിൽ വന്ന് ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ അവനോട് പറയാ? അത് ഹജ്ജല്ല. നമസ്കാരത്തിന് അതുപോലെ നിർണയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഒരു കാരണവുമില്ലാതെ നമസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഒരുപാട് വീഴ്ച വരുത്തുന്ന കാര്യമാണ്. ഓലെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പണ്ഡിതന്മാര് പറയാണ്, ഐ യത്റുകൂനഹ ഹത്താ യഖ്റുജ വഖ്തുഹ, ഓല് നമസ്കാരത്തെ ഇങ്ങനെ പിന്തിപ്പിക്കും. നിസ്കാരത്തിന്റെ സമയം പോണത് വരെ ഓലിങ്ങനെ ലാഗടിച്ചിട്ട് നിസ്കാരത്തിന്റെ സമയമൊക്കെ തെറ്റിയ ഓല് നിസ്കരിക്കും. ആ നിസ്കാരം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഓൽക്ക് നാശമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഒക്കെ ഇങ്ങനെ പ്രതിപാദിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉശ് ശഹവാത്ത്. അമ്പിയാക്കന്മാർ ഉഷാറായിരുന്നു. ഓൽക്ക് ശേഷം ഒരുപാട് അണികൾ വന്നു. ഒരു നമസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവരായിരുന്നു. നമസ്കരിക്കാത്തവര് നല്ല പറഞ്ഞു. അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓല് നിസ്കരിക്കും, പക്ഷെ സമയത്ത് നിസ്കരിക്കൂല. എന്താ അള്ളാഹ് പറഞ്ഞത്? ഫസൗഫ യൽഖൗന ഗയ്യ, ഓൽക്ക് ഗയ്യുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഗയ്യു വാദിൻ ഫിൽ ജഹന്നം, നരകത്തിലെ താഴ്വരയാണ് ഗയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിസ്കാരം വൈകിപ്പിക്കുന്ന ആളുകൾക്ക് നരകമല്ലാതെ മറ്റൊന്നും അർഹതയില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കണം. മക്കളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതിൻ്റെ ഗൗരവം മക്കളെ ഉണർത്തണം. നമ്മളാദ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ നമസ്കാരം മൊത്തം പാടേ ഒഴിവാക്കുക. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ഒരു ചോദ്യം വന്നു. എന്താ ചോദ്യം? ഒരാള് സുബഹിന്റെ വക്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് മാത്രം അലാറം വെക്കണത്. അലാറം നോക്കുകയാണെങ്കിൽ വക്തൊക്കെ കഴിഞ്ഞിട്ട് 7 മണി 7:30 8 മണി ഡ്യൂട്ടിക്ക് പോണ സമയം, അതിന് നീച്ചാൻ പാകത്തിന് അലാറം വെച്ചിരിക്കുന്നു. ഓനാണെങ്കിൽ നിസ്കരിക്കണമില്ല. എന്താ ഓൻ്റെ ഹുക്കുമെന്ന് ചോദിച്ചു. ഓൻ കാഫിറാണെന്ന് പറഞ്ഞത്. ഓൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് ഓൻ പുറത്തുപോയാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിനൊരു ശ്രദ്ധയില്ല. മടിയോടുകൂടി നിസ്കാരത്തിനൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കിയവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് പിന്നെ ഇസ്ലാമിൽ പിന്നെ ഓനക്ക് സ്ഥാനമില്ല. ഓൻ്റെ പേര് മുഹമ്മദ് കുട്ടി ഇബ്രാഹിം കുട്ടിയെ കൈകാരം. ഓന് ഇസ്ലാമിൽ നിന്ന് പുറത്താ, ഒരു സംശയവുമില്ല. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിലുള്ള കർമ്മം അത് നമസ്കാരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മുസ്ലിമാണോ ഓൻ ഒരിക്കലും നമസ്കാരം പരിപൂർണമായി ഒഴിവാക്കൂല. പരിപൂർണമായി നമസ്കാരം ഒഴിവാക്കിയ ആള് ഓൻക്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് സഹാബിമാരൊക്കെ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ അതിൽ കർശന നിലപാട് കാണിച്ചു. ഒരു വക്തന്നെ അനാവശ്യമായി ഒഴിവാക്കിയാൽ കാഫിറായി പോകും എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹ് പറഞ്ഞത്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങൾ ഒരു നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും. അപ്പോൾ നമസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്.